റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ അഖീദയിൽ ഇത് വിശദീകരിക്കുന്നത് ഖളാഉല്ലാഹി വഖദരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിനെ സംബന്ധിച്ചാണ്. ഫയഖൂൽ وقد علم الله تعالى فيما لم يزل عدد من يدخل الجنة وعدد من يدخل النار جملة واحدة فلا يزداد في ذلك العدد ولا ينقص منه. وكذلك أفعالهم فيما علم منهم أن يفعلوه وكل ميسر لما خلق له والأعمال بالخواتيم والسعيد من سعد بقضاء الله والشقي من شقي بقضاء الله وأصل القدر سر الله تعالى في خلقه لم يطلع على ذلك ملك مقرب ولا نبي مرسل والتعمق والنظر في ذلك ذريعة الخذلان وسلم الحرمان ودرجة الطغيان فالحذر كل الحذر من ذلك نظرا وفكرا ووسوسة فإن الله تعالى طوى علم القدر عن أنامه ونهاهم عن مرامه كما قال تعالى في كتابه لا يسأل عما يفعل وهم يسألون فمن سأل لما فعل فقد رد حكم الكتاب ومن رد حكم الكتاب كان من الكافرين فهذا جملة ما يحتاج إليه من هو منور قلبه من أولياء الله تعالى وهي درجة الراسخين في العلم. ഇമാം അബൂ ജഅഫർ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ അഖീദയിൽ ഖളാഇനെയും ഖദറിനെയും സംബന്ധിച്ച് സാമാന്യം ദീർഘമായ ഒരു വിശദീകരണം തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഈ വിഷയത്തെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വഖദ് അലിമല്ലാഹ് ഫീമാ ലം യസൽ അദദ മൻ യദ്ഖുലുൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകഴിഞ്ഞ കാര്യമാണ്, അവന്റെ ഇൽമിൽ മുൻകഴിഞ്ഞു പോയിട്ടുള്ള വിഷയമാണ്. ഫീമാ ലം യസൽ, ഫീമാ ലം യസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്ലൻ വ അബദൻ, മാസാൽ വലാ യസാൽ, ആദിയിൽ തന്നെ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ആ ഇൽമ് അത് അവസാനിക്കുന്നതല്ല, അത് അനന്തമായി തുടരുന്നതുമാണ്. തുടക്കമില്ലാത്ത ഇൽമാണ്, ഒടുക്കമില്ലാത്ത ഇൽമാണ്. അള്ളാഹുവിന്റെ ഇൽമ് തുടക്കവും ഒടുക്കവുമില്ലാത്തതാണ്, അസ്ലിയും അബദിയുമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്താണ്, അവന്റെ ഇൽമ്. അള്ളാഹുവിന്റെ സിഫത്ത് എന്ന് പറയുന്നത് അവന്റെ ദാത്തിൽ നിന്ന്, അവന്റെ സത്തയിൽ നിന്ന് വേർപിരിഞ്ഞു നിൽക്കുന്ന ഒന്നല്ല. അള്ളാഹുവിന്റെ സത്തയിൽ നിന്ന് വേർപിരിഞ്ഞു നിൽക്കാത്ത, അവന്റെ അനാദിയോടൊപ്പം അനാദിയായി തീർന്നിട്ടുള്ള, അവൻ അനന്തനായിട്ടുള്ളതുപോലെ അനന്തമായി തുടരുന്ന ആ ഇൽമിൽ കഴിഞ്ഞു പോയ കാര്യമാണ്. അദദ മൻ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ എത്ര പേരാണ് എന്നുള്ളത് അവന്റെ ഇൽമിൽ കഴിഞ്ഞു പോയിട്ടുള്ളതാണ്. وعدد من يدخل النار,
അതുപോലെ തന്നെ എത്ര പേരാണ് നരകത്തിൽ പ്രവേശിക്കുക എന്നും ജുംലതൻ വാഹിദതൻ, ഒരൊറ്റയടിക്ക് തന്നെ. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാലം വരെ അല്ലെങ്കിൽ ഇതുവരെയുണ്ടായ സൃഷ്ടികളിൽ നിന്ന് ഇത്ര പേർ സ്വർഗത്തിൽ പോകും, ഇത്ര പേർ നരകത്തിൽ പോകുമെന്നറിഞ്ഞു. പിന്നീട് കുറച്ചുകൂടി കാലം കഴിഞ്ഞതിന് ശേഷം പുതിയ സൃഷ്ടികൾ വന്നപ്പോൾ അതിൽ നിന്ന് ഇത്ര പേര് സ്വർഗത്തിൽ, ഇത്ര പേര് നരകത്തിൽ, ഇങ്ങനെയല്ല. മറിച്ച് അവന്റെ മുഴുവൻ സൃഷ്ടികളിൽ നിന്നും എത്ര പേർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും എത്ര പേർ നരകത്തിൽ പ്രവേശിക്കുമെന്നും അവന്റെ അനാദിയായ അനന്തമായ ഇൽമിൽ മുൻകഴിഞ്ഞ പോയിട്ടുള്ള കാര്യമാണ്. ഫലാ യസ്ദാദു ഫീ ദാലികൽ അദദ്, അങ്ങനെ സ്വർഗത്തിൽ എത്ര പേര് പ്രവേശിക്കുമെന്നത് അവന്റെ അനാദിയായ ഇൽമിൽ മുൻകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അദദിൽ, ആ സംഖ്യയിൽ യാതൊന്നും വർദ്ധിക്കുന്ന പ്രശ്നമില്ല, അതിൽ ഒന്നും തന്നെ പിന്നീട് കൂടുകയില്ല. വലാ യൻഖുസു മിൻ, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു പോവുകയുമില്ല. ഇതാണ് 86ാമത്തെ മസ്അലയായി അബൂ ജഅഫർ അത്ത്വഹാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അഖീദയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. والإيمان بالقضاء والقدر هو أحد أركان الإيمان الستة. അല്ലാഹുവിന്റെ ഖദറിലും ഖളായിലുമുള്ള വിശ്വാസം ഈമാനിന്റെ 6 റുക്നുകളിൽ ഒരു റുക്നാണ്. കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ഖളായിലും ഖദറിലുള്ള വിശ്വാസം ഈമാനിന്റെ റുക്നുകളിൽ പെട്ടതാണ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വിശദീകരിച്ച് തന്നിട്ടുള്ളതാണ്. അവിടുന്ന് പറഞ്ഞു, വൽ-ഈമാനു അൻ തുഅ്മിന ബില്ലാഹ് വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഥവാ ഈമാനിന്റെ പില്ലേഴ്സ്, ഈമാനിന്റെ റുക്നുകൾ, അൻ തുഅ്മിന ബില്ലാഹ്, ഒന്നാമത്തേത് അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. വമലായികതിഹി, അല്ലാഹുവിന്റെ മലക്കുകളിലുള്ള വിശ്വാസമാണ്. വകുതുബിഹി, അവന്റെ ഏടുകളിലുള്ള വിശ്വാസമാണ്. വറുസുലിഹി, അവന്റെ മുർസലീങ്ങളിൽ ദൂതന്മാരിലുള്ള വിശ്വാസമാണ്. വൽയൗമിൽ ആഖിർ, അവസാന നാളിൽ അന്ത്യദിനത്തിലുള്ള വിശ്വാസമാണ്. ആറാമത്തേത് വതുഅ്മിന ബിൽ ഖദർ, ഖദറിൽ നീ വിശ്വസിക്കലാണ്. ഖൈരിഹി വശർരിഹി, ഖദറിൽ നമുക്ക് ഖൈറായും ശർറായും അനുഭവപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാകും, ആ കാര്യങ്ങളിൽ നീ വിശ്വസിക്കലാണ്. വഫിൽ ഖുർആൻ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ കുല്ല ശൈഇൻ ഖലഖ്നാഹു ബിഖദർ, എല്ലാ വസ്തുക്കളെയും നാം സൃഷ്ടിച്ചിരിക്കുന്നു, ആ സൃഷ്ടിച്ചിരിക്കുന്നത് ഖദറോട് കൂടിയാണ്. ആ സൃഷ്ടി എപ്പോഴാണ് സൃഷ്ടിയായി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിത്തീരേണ്ടത്, ആ സൃഷ്ടി എപ്പോഴാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് നശിച്ച് അപ്രത്യക്ഷമാകേണ്ടത്, ആ സൃഷ്ടിയുടെ ഭാഗധേയങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ കഴിവുകൾ എന്തൊക്കെയാണ്, കഴിവുകേടുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അല്ലാഹു മുൻകൂട്ടി കണക്കാക്കിയതാണ്. ആ മുൻനിർണയപ്രകാരം, ആ മുൻനിർണയത്തോടു കൂടി മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു വസ്തുവിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ഇന്നാ കുല്ല ശൈഇൻ ഖലഖ്നാഹു ബിഖദർ, നിശ്ചയമായും യാതൊരു വസ്തുവിനെയും, എല്ലാ വസ്തുക്കളെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് മുൻകൂട്ടിയുള്ള നിർണയത്തോടുകൂടിയാണ്. വഖൗലുഹു, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറാ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും ഫഖദ്ദറഹു തഖ്ദീറാ, അവയുടെ കാര്യങ്ങൾ അല്ലാഹു കൃത്യമായി നിർണയിക്കുകയും ചെയ്തിരിക്കുന്നു. ഫലൈസ ഹുനാക ശൈഉൻ ബിദൂനി തഖ്ദീർ, അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ മുൻനിർണയ പ്രകാരമല്ലാതെ യാതൊരു വസ്തുവും ഉണ്ടായിട്ടില്ല.
യാതൊരു വസ്തുവും ഇവിടെ ഇല്ല തന്നെ. ഔ അന്ന ഹുനാക അശ്യാഅ തഖഉ സുദ്ഫത്തൻ, അതല്ലെങ്കിൽ ഏതെങ്കിലും ചില വസ്തുക്കൾ അള്ളാഹുവിന്റെ മുൻകൂട്ടിയുള്ള നിർണയവും അറിവും കൂടാതെ യാദൃച്ഛികമായി ആകസ്മികമായി അവ ഉണ്ടാകുന്നില്ല, സംഭവിക്കുന്നില്ല. ഔ അന്നൽ അംറ ഉനുഫ്, അതല്ലെങ്കിൽ കാര്യങ്ങൾ അപ്പോൾ ഉണ്ടാവുകയും ഉണ്ടായതിന് ശേഷം മാത്രം അള്ളാഹു ആ കാര്യങ്ങളെ അറിയുക എന്നുള്ളത് അങ്ങനെയും സംഭവിക്കുന്നില്ല. ഇന്ന കുല്ല ശൈഇൻ യഹ്ദുസ് ഫഇന്നഹു മുഖദ്ദറുൻ വമക്തൂബ്, മറിച്ച് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതൊന്നും അതല്ലാഹു മുൻനിർണയപ്രകാരം തീരുമാനിച്ചുറപ്പിച്ചു വെച്ച കാര്യമാണ്, അത് രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. വൽ ഈമാനു ബിൽ ഖളാഇ വൽ ഖദരി യതളമ്മനു 4 ദറജാത്ത്. ഈ ഖണ്ഡിക വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹു തആല അദ്ദേഹം ഖദറിനെ വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്: ഖദറിലുള്ള വിശ്വാസം യതളമ്മനു 4 ദറജാത്ത്, 4 ദറജകളിലാണ് ഖദറിലുള്ള വിശ്വാസം. നുലഖിസുഹാ ഫീമാ യലി, താഴെ വരുന്ന പ്രകാരത്തിൽ അവയെ നാം ചുരുക്കി പറയാം. അൽ മർത്തബത്തുൽ ഊല, അതിൽ ആദ്യത്തെ പടി അൽ ഈമാനു ബിഇൽമില്ലാഹി ശാമിലിൽ മുഹീത്ത് ബികുല്ലി ശൈ. അൽ ഈമാൻ, ഖദറിൽ വിശ്വസിക്കുന്ന ഒരാൾ താഴെ പറയുന്ന 4 കാര്യങ്ങളിലും വിശ്വസിച്ചിരിക്കണം. അപ്പോൾ മാത്രമേ ഖദറിലും ഖളാഇലുമുള്ള വിശ്വാസം പൂർണ്ണമാകൂ. അതിലെ ഓരോ സ്റ്റെപ്പുകൾ പറയാം. ഒന്നാമത്തേത് അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ചുള്ള വിശ്വാസം. അള്ളാഹുവിന്റെ ഇൽമ് ശാമിലായ സമഗ്രമായ ഇൽമാണ്. അൽ മുഹീത്ത് ബികുല്ലി ശൈ, എല്ലാ വസ്തുക്കളെയും വസ്തുതകളെയും ചൂഴ്ന്നു നിൽക്കുന്ന അറിവാണ്. വഅന്നല്ലാഹ അലിമൽ അശ്യാഅ അസ്ലൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ വസ്തുക്കളെയും വസ്തുതകളെയും സംബന്ധിച്ച് അറിവുള്ളവനാണ്. അവയെക്കുറിച്ചുള്ള അറിവ് അവന്റെ ഇൽമിൽ മുൻകഴിഞ്ഞു പോയിരിക്കുന്നു. അസ്ലൻ, അനാദിയായ നിലക്ക് തന്നെ. അലിമമാക്കാൻ, ഏതെല്ലാം വസ്തുതകൾ ഉണ്ടായിക്കഴിഞ്ഞോ അവയെക്കുറിച്ചെല്ലാമുള്ള പൂർണ്ണമായ ഇൽമ് അവന്റെ അറിവിലുണ്ട്. വമായക്കൂൻ, അതുപോലെ എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടായിട്ടില്ല, പുലർന്നിട്ടില്ല, സൃഷ്ടിയായി വന്നിട്ടില്ല, വരാനിരിക്കുന്നതേയുള്ളൂ, അവയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവും അവന്റെ അനാദിയായ ഇൽമിൽ മുൻകഴിഞ്ഞു പോയിരിക്കുന്നു. ലൗകാൻ കൈഫ യകൂൻ, ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഉണ്ടാകാനുള്ളത് എങ്ങനെയാണ്. ലാ യഖ്ഫാ അലാ ഇൽമിഹി ശൈഉൻ സുബ്ഹാനഹു വ തആല, യാതൊരു കാര്യവും അവന്റെ അറിവിൽ നിന്ന് അവന്റെ ഇൽമിൽ നിന്ന് അപ്രത്യക്ഷമാവുകയില്ല. അവന്റെ യാതൊരു കാര്യവും ഗോപ്യമായി തീരുകയില്ല. അവനറിയാത്ത യാതൊരു വസ്തുതയും ഉണ്ടായിരിക്കില്ല. എല്ലാമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി അറിയുന്നു. ഇതാണ് ഖദറിലുള്ള വിശ്വാസത്തിൽ ആദ്യമായി നാം വിശ്വസിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഖളാഇലും ഖദറിലും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഖളാഇലും ഖദറിലും വിശ്വസിച്ചു എന്നൊരു വാക്കോടുകൂടി അവസാനിക്കുന്നില്ല. മറിച്ച് അള്ളാഹ് ഖദറിലുള്ള വിശ്വാസം ഖുർആനിലെയും അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ഹദീസിലെയും നിരവധി വചനങ്ങളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ ഇസ്തിഖ്റാ ചെയ്തത് പ്രകാരം താഴെ പറയുന്ന 4 മർത്തബകളിലൂടെ, അതിലൊന്നാമത്തെ മർത്തബയാണ് അള്ളാഹുവിന്റെ ഇൽമിലുള്ള വിശ്വാസം. ഏതൊരു വസ്തു ഉണ്ടായതാവട്ടെ ഉണ്ടാവാനിരിക്കുന്നതാകട്ടെ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അനാദിയിൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അവന്റെ അനാദിയായ ഇൽമിൽ കഴിഞ്ഞു പോകാത്ത ഒരു കാര്യവും അറിവിൽപ്പെടാത്ത ഒരു കാര്യവും ലോകത്ത് സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയുമില്ല. അവന്റെ അനാദിയായ ഇൽമിൽ കഴിഞ്ഞുപോയിട്ടുള്ള കാര്യങ്ങൾ, ഇൽമിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്, സംഭവിക്കാനിരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അൽ മർത്തബത്തു സാനിയ, അതിൽ രണ്ടാമത്തേത്
أن الله جل وعلا كتب في اللوح المحفوظ مقادير الخلائق. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ സൃഷ്ടിജാലങ്ങളെക്കുറിച്ച്, ചരാചരങ്ങളെക്കുറിച്ച് എല്ലാം അവൻ മുൻകൂട്ടി അറിയുന്നു. അനാദിയായ ഇൽമിൽ അവൻ അറിഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ, ആ ഖദർ എന്ന് പറയുന്ന കാര്യങ്ങൾ അവൻ രേഖപ്പെടുത്തി വച്ചു. ബഅദ അൻ അലിമഹ സുബ്ഹാനഹു, അല്ലാഹുവിന്റെ അനാദിയായ ഇൽമിൽ അത് മുൻകഴിഞ്ഞതിന് ശേഷം സൃഷ്ടികളുടെ ഖദറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, മുൻനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു. വഹിയൽ കിതാബത്തുൽ ആമ്മത്തുൽ ശാമില. ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളും, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട, സൃഷ്ടികളുടെ മഖാദിറുമായി ബന്ധപ്പെട്ട എല്ലാം അവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അശ്ശാമില ലികുല്ലി ശൈ, എല്ലാ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്ന സമഗ്രമായ കാര്യങ്ങൾ അത് മുഴുവനും അവൻ രേഖപ്പെടുത്തി. വഫിൽ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന അബൂ യഅല, അതുപോലെ തന്നെ ബൈഹഖി എന്നുള്ളവർ, അതുപോലെ അബൂ ദാവൂദും തുർമുദിയും ഒക്കെ തന്നെ ഉദ്ധരിച്ചിട്ടുള്ള ഇബ്നു അബ്ബാസിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, ഇന്ന അവ്വല മാ ഖലഖല്ലാഹു അൽ ഖലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് ഖലമിനെയാണ്. അങ്ങനെ ഖലമിനെ സൃഷ്ടിച്ചപ്പോൾ ഖാല ഉക്തുബ്, ഉടനെ തന്നെ അല്ലാഹു ഖലമിന് ആജ്ഞ നൽകി, നീ രേഖപ്പെടുത്തുക എന്ന്. ഖാല ഉക്തുബ് ഖാല മാ അക്തുബ്, അപ്പോൾ ഖലം ചോദിക്കുന്നു, ഞാൻ എന്താണ് രേഖപ്പെടുത്തേണ്ടത്? ആ സന്ദർഭത്തിൽ അല്ലാഹു പറഞ്ഞു കൊടുത്തു, ഉക്തുബ് മാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ. ഉക്തുബ് മാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകാൻ പോകുന്ന എല്ലാം രേഖപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. ഫജറൽ ഖലമു ബിമാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹുവിന്റെ ആജ്ഞ, അത് വരേണ്ട താമസം, അല്ലാഹുവിന്റെ സൃഷ്ടിയായ പേന ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാനുള്ള എല്ലാം എഴുതി തീർത്തു. ഇതാണ് അടിസ്ഥാന രേഖ. തഖ്ദീറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള അടിസ്ഥാന രേഖ ഇതാണ്. അതിൽ നിന്ന് പിന്നീട് അനുബന്ധ രേഖകളിലേക്ക് പല കാര്യങ്ങളും എഴുതപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽപ്പെട്ട പലതും മാറ്റുകയും തിരുത്തുകയും ഒക്കെ ചെയ്യാം. യംഹഖുല്ലാഹു മാ യശാ വയുസ്ബിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് മായ്ച്ചു കളയും, അവൻ ഉദ്ദേശിക്കുന്നത് അവന് സ്ഥിരീകരിക്കുകയും ചെയ്യും. പക്ഷെ ഉമ്മുൽ കിതാബിലുള്ളത് മാറാൻ പോകുന്നില്ല. അത് അവസാനത്തേതാണ്, സമഗ്രമാണ്, അത് ഏറ്റവും ഒടുവിലത്തേതാണ്. അപ്പൊ അള്ളാഹു കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണക്കാക്കി എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഖദറിലും ഖലാഇലും വിശ്വസിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് മുഴുവൻ സൃഷ്ടിജാലങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതല്ലാത്തതും അള്ളാഹുവിന്റെ അനാദിയായ ഇൽമിൽ മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്. അവന്റെ അനാദിയായ ഇൽമിൽ മുൻകഴിഞ്ഞു പോയിട്ടുള്ള ഇൽമു പ്രകാരമേ യാതൊന്നും പ്രപഞ്ചത്തിൽ നടന്നിട്ടുള്ളൂ, ഇനി നടക്കുകയുള്ളൂ. പ്രപഞ്ചത്തിൽ, ഈ സൃഷ്ടിപ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, നടക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അത് അല്ലാഹുവിന്റെ ഇൽമിൽ മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ഇൽമിൽ മുൻകഴിഞ്ഞതനുസരിച്ച് എല്ലാം സംഭവിക്കും. ഇങ്ങനെ സൃഷ്ടികളുടെ മഖാദിറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അല്ലാഹു ഖലമിനോട് ലൗഹിൽ എഴുതാൻ പറഞ്ഞു. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആദ്യത്തെ സൃഷ്ടി ഖലമാണ്, പേനയാണ്. പേനയെ സൃഷ്ടിച്ച ഉടനെ തന്നെ അള്ളാഹു ആജ്ഞാപിച്ചു, ഉക്തുബ്, നീ രേഖപ്പെടുത്തണം. പേന ചോദിച്ചു, എന്താണ് ഞാൻ രേഖപ്പെടുത്തേണ്ടത്? മാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ.
ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും, ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സംഭവിക്കാനിരിക്കുന്ന മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെ കാര്യങ്ങളും എഴുതണം. അതിനുശേഷം പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെയുള്ള കാര്യങ്ങൾ അത് വേറെ നിലക്ക്. അൽ മർത്തബത്തു സാലിസ, മൂന്നാമത്തേത് മർത്തബത്തുൽ മശീഅ, അല്ലാഹുവിന്റെ മശീഅത്താണ്, ഉദ്ദേശം, അവന്റെ ഇച്ഛ, അവന്റെ ഉദ്ദേശമാണ്. ലാ യകൂനു ഫീ ഹാദൽ കൗനി ശൈഉൻ ഇല്ലാ ബിഇറാദത്തില്ലാഹ് വമശീഅതിഹി മിമ്മാ ഹുവ ഫിൽ ലൗഹിൽ മഹ്ഫൂദ്. അള്ളാഹുവിന്റെ ഇൽമിൽ മുൻകഴിഞ്ഞ കാര്യം സൃഷ്ടികളുടെ മഖാദിറുമായി ബന്ധപ്പെട്ടത് ലൗഹിൽ എഴുതി. ആ ലൗഹിൽ അള്ളാഹു ഇൽമിൽ മുൻകഴിഞ്ഞതും ലൗഹിൽ എഴുതിയതുമായ കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ചാണ് അള്ളാഹു ഉദ്ദേശിക്കുക. അത് ഇന്നപ്പോൾ ഇന്ന രൂപത്തിലുണ്ടാകണം. അങ്ങനെ അള്ളാഹു അതിനെക്കുറിച്ച് ഉദ്ദേശിക്കുമ്പോൾ ആ ഉദ്ദേശപ്രകാരം അത് പുലരുന്നു. വഫീ ഇൽമിഹി സുബ്ഹാനഹു വ തആല ലാ യഹ്ദുസു ശൈഉൻ ബിദൂനി ഇറാദതിഹി വഫീ ഇൽമിഹി. അപ്പോൾ ഉണ്ടാകുന്ന എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ ഇൽമിൽ മുൻകഴിഞ്ഞതാണ്, അവന്റെ ലൗഹിൽ രേഖപ്പെടുത്തിയതാണ്. അവന്റെ ഇൽമിൽ മുൻകഴിഞ്ഞതും ലൗഹിൽ രേഖപ്പെടുത്തിയതുമായ കാര്യം അള്ളാഹുവിന്റെ മശീഅത്ത്, അള്ളാഹുവിന്റെ ഉദ്ദേശം, അതിന് വേണ്ടുക, അതിനുണ്ടാവുകയും ചെയ്യണം. അപ്പോഴാണ് ആ വസ്തുവായി രൂപാന്തരപ്പെടുന്നത്. ഈ മൂന്നും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മശീഅത്ത് ലൗഹിൽ രേഖപ്പെടുത്താത്ത ഒരു കാര്യത്തിൽ ഉണ്ടാവില്ല. ലൗഹിൽ രേഖപ്പെടുത്താത്ത ഒരു കാര്യം അള്ളാന്റെ ഇൽമിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഇൽമിലില്ലാത്തൊരു കാര്യം ലൗഹിൽ രേഖപ്പെടുത്തുകയല്ല. അപ്പൊ എല്ലാ കാര്യവും അള്ളാന്റെ ഇൽമിലുണ്ട്. ആ ഇൽമിലുള്ള കാര്യങ്ങളിൽ നിന്ന് അവന്റെ മഖ്ലൂഖാത്തിന്റെ മഖാദീറുകൾ ലൗഹിലേക്ക് എഴുതി. ആ ലൗഹിലേക്ക് എഴുതിയിട്ടുള്ള ആ കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ മശീയത്ത് വേണ്ടുക വരുന്നു. വേണ്ടുക വരുമ്പോൾ അത് സംഭവിക്കുകയും ചെയ്യുന്നു. വലാ യകൂൻ വലാ യഹ്ദുസു ശൈഉൻ ബിദൂനി ഇറാദതി വലാ യകൂനു ഫീ മിൽകിഹി മാ ലാ യുരീദു സുബ്ഹാന. അള്ളാഹുവിന്റെ ഈ അധീശാധിപത്യത്തിന് കീഴിൽ അവൻ ഉദ്ദേശിക്കാത്ത ഒരു കാര്യവും നടക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉദ്ദേശമില്ലാതെ ഒരു കാര്യവും ലോകത്ത് സംഭവിക്കില്ല. അവന്റെ ഇച്ഛയില്ലാതെ, ഉദ്ദേശമില്ലാതെ, ഉദ്ദേശം അത് അവന്റെ ലൗഹിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളിലാണ്. അവന്റെ ലൗഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ മുഴുക്കെ അവന്റെ ഇൽമിലുള്ള കാര്യങ്ങളാണ്. അപ്പോ ഓരോന്നോരോന്നോരോന്ന് ചുരുങ്ങി ചുരുങ്ങി വരുന്നത് നിങ്ങൾ നോക്കൂ. അള്ളാന്റെ മശീഅത്ത് വേണ്ടുക വന്നു ചേരുന്ന ഒരു കാര്യമേ പ്രപഞ്ചത്തിൽ ഉണ്ടായിത്തീരുന്നുള്ളൂ. അള്ളാഹുവിന്റെ മശീഅത്ത് യാതൊന്നിലാണ് വന്നു ചേരുന്നത്? ലൗഹിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളിൽ മാത്രമേ വന്നു ചേരുന്നുള്ളൂ. ലൗഹിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ അതവന്റെ ഇൽമിൽ, അനാദിയായ ഇൽമിൽ മുൻകഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ യഫ്അലു മാ യുരീദ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ്. അവന്റെ ഇറാദത്ത് എന്ന് പറയുന്നത് അവന്റെ ലൗഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലാണ്. അവന്റെ ലൗഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അവന്റെ ഇൽമിൽ മുൻകഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. കദാലിക അല്ലാഹു യഫ്അലു മാ യശാ. അപ്രകാരം അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത്, അവൻ ഇച്ഛിക്കുന്നത് അവൻ ചെയ്യുന്നു. ഫമാ യഹ്ദുസു ഫീ ഹാദൽ കൗനി മിൻ ഹയാത്തിൻ വ മൗത്ത്. ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ഒരു ജനനമാകട്ടെ അല്ലെങ്കിൽ ഒരു മരണമാകട്ടെ, വഗ്നൻ വ ഫഖർ, ഇവിടെ ഉണ്ടാകുന്ന ഒരു സമ്പന്നതയാകട്ടെ അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യമാകട്ടെ, വ ഈമാൻ വ കുഫർ, ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഒരു വിശ്വാസമാകട്ടെ അവിശ്വാസമാകട്ടെ, കുല്ലു ദാലിക ശാഅഹുല്ലാഹ് വ അറാദഹു, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വേണ്ടുക പ്രകാരം മാത്രമാണ്, അവന്റെ ഇച്ഛപ്രകാരം മാത്രമാണ്. അവൻ ഉദ്ദേശിക്കുന്നതേ ഇവിടെ സംഭവിക്കുള്ളൂ. അവൻ ഉദ്ദേശിക്കുന്നതോ ലൗഹിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രവും, ലൗഹിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളോ അവന്റെ ഇൽമിൽ മുൻകഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രവും. കുല്ലു ദാലിക ശാഅഹു അല്ലാഹു വ അറാദ ശാഅൽ ഖൈർ വ ശാഅൽ ശർ.
എല്ലാം അള്ളാഹു ഉദ്ദേശിച്ചതാണ്. നമുക്കിവിടെ ഖൈറായി അനുഭവപ്പെടുന്ന കാര്യങ്ങൾ അതും അള്ളാഹു ഉദ്ദേശിച്ചതാണ്. അവന്റെ വേണ്ടുക വന്നതുകൊണ്ടാണ് അത് ഇവിടെ ഉണ്ടായിത്തീർന്നത്. അതുപോലെ തന്നെ വശഅശ്ശർ, നമുക്ക് ഷർറായി അനുഭവപ്പെടുന്ന കാര്യങ്ങൾ അതും അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരം മാത്രം പുലർന്നതാണ്. അള്ളാഹുവിന്റെ വേണ്ടുകയില്ലാതെ ഒരു കാര്യവും അത് നമുക്ക് ഖൈറായി അനുഭവപ്പെടുന്നതാകട്ടെ ഷർറായി അനുഭവപ്പെടുന്നതാകട്ടെ, അത് ഫഖറാകട്ടെ, ഗിനയാകട്ടെ, ഈമാനാകട്ടെ, കുഫ്റാകട്ടെ, അല്ലെങ്കിൽ മൗത്താകട്ടെ, അല്ലെങ്കിൽ ഹയാത്താകട്ടെ, യാതൊന്നും അള്ളാഹുവിന്റെ ഇറാദത്ത് പ്രകാരമല്ലാതെ, അവന്റെ ഇച്ഛപ്രകാരമല്ലാതെ, മശിയത്ത് പ്രകാരമല്ലാതെ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നില്ല. വശഅൽ ഈമാന വശഅൽ കുഫർ, കുഫർ ആരെങ്കിലും ഇവിടെ കുഫർ ചെയ്യുന്നുവെങ്കിൽ, ആരെങ്കിലും ഇവിടെ ഈമാൻ ഉൾക്കൊള്ളുന്നുവെങ്കിൽ അതിന് അള്ളാഹു അവന്റെ വേണ്ടുക അവൻ അനുവദിച്ചു കൊടുത്തത് കൊണ്ട് മാത്രമാണ്. ധിക്കരിക്കുന്നവൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് ധിക്കരിക്കുവാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു അവന് നൽകിയത് കൊണ്ട് മാത്രമാണ്. ധിക്കരിക്കുന്നവന് ധിക്കരിക്കാനുള്ള വേണ്ടുക അള്ളാഹു അനുവദിച്ചത് കൊണ്ട് മാത്രമാണ്. ഈമാൻ ഉൾക്കൊള്ളുന്നവൻ ഈമാൻ ഉൾക്കൊള്ളുന്നത് അത് ഈമാൻ ഉൾക്കൊള്ളാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹുവിന്റെ വേണ്ടുക അതിൽ വന്നതുകൊണ്ട് മാത്രമാണ്. ഫദഖല ഫീ മശിയത്തിഹി കുല്ലു ഷൈ, അപ്പോൾ എല്ലാമെല്ലാം, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാമെല്ലാം, ഉണ്ടായിക്കഴിഞ്ഞ മുഴുവൻ കാര്യങ്ങളും, പുലർന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും, പുലരാനിരിക്കുന്നതായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിന്റെ മശീഅത്തിൽപ്പെട്ടവ മാത്രമാണ്. അവന്റെ മശീഅത്തിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും ലൗഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൗഹിൽ രേഖപ്പെടുത്തിയത് മുഴുവനും അവന്റെ ഇൽമിൽ മുൻ കഴിഞ്ഞു പോയിട്ടുള്ളതുമാണ്. മാ ശാഅ കാൻ വമാ ലം യശഅ ലം യകുൻ, അവന്റെ വേണ്ടുകയുള്ളത് മാത്രമേ ഇവിടെ പുലരുന്നുള്ളൂ, അവന്റെ വേണ്ടുകയില്ലാത്തത് ഇവിടെ പുലരുകയില്ല. ഇതാണ് മശീഅത്ത്. അപ്പൊ 3 മർത്തബകൾ നമ്മൾ ചർച്ച ചെയ്തു. 4-മത്തേത് മർത്തബത്തുൽ ഖൽഖ് വൽ ഈജാദ്, സൃഷ്ടിപ്പിന്റെയും അതുപോലെ തന്നെ വസ്തുക്കളെ മുഴുവനും ചരാചരങ്ങളെ മുഴുവനും അവൻ ഉണ്ടാക്കുകയും ചെയ്തത് ആ സൃഷ്ടിപ്പിന്റെയും അതുപോലെ നിർമ്മാണത്തിന്റെയും മർത്തബയാണത്. ഫമാ ശാഅഹു വ അറാദഹു ഫഇന്നഹു യൂജിദു, അള്ളാഹു ഉദ്ദേശിച്ചാൽ, അള്ളാഹു ഇച്ഛിച്ചാൽ, അള്ളാഹുവിന്റെ വേണ്ടുകയുണ്ടായാൽ ആ കാര്യത്തെ അള്ളാഹു ഉണ്ടാക്കിയിരിക്കും, അതിനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കും. അപ്പൊ ഇവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അവ സൃഷ്ടിയാകുന്നത് അവന്റെ മശീഅത്ത്, അവന്റെ വേണ്ടുക വന്നത് കൊണ്ട് മാത്രമാണ്. അവന്റെ വേണ്ടുക വന്നത് മുഴുവനും അവന്റെ ലൗഹിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളിലാണ്. അവന്റെ ലൗഹിൽ രേഖപ്പെടുത്തിയത് മുഴുവനും അവന്റെ ഇൽമിൽ മുൻ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളുമാണ്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മുഴുവൻ കാര്യങ്ങളുടെയും സൃഷ്ടാവ്. മുഴുവൻ വസ്തുക്കളെയും മുഴുവൻ വസ്തുതകളെയും, ദൃശ്യമാകട്ടെ അദൃശ്യമാകട്ടെ, ഗോചരമാകട്ടെ അഗോചരമാകട്ടെ, അതുപോലെ തന്നെ മൂർത്തമാകട്ടെ അമൂർത്തമാകട്ടെ, ആലമുൽ ഗൈബിൽപ്പെട്ടതാകട്ടെ ആലമുൽ ഷഹാദത്തിൽപ്പെട്ടതാകട്ടെ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് സൃഷ്ടിച്ചത്. വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ, അവൻ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നവനാണ്, എല്ലാ കാര്യങ്ങളുടെയും വക്കീൽ അവനാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംർ, അതിനാൽ അറിയൂ മനുഷ്യരെ, ലഹുൽ ഖൽഖ്, അവനാണ് സൃഷ്ടിപ്പ്. സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് അവൻ എപ്പോഴാണ് ഒരു വസ്തുവിനെ സൃഷ്ടിയാക്കി പടച്ചുവിടുന്നത്? ആ വസ്തുവിൽ അള്ളാഹുവിന്റെ മശീയത്തുണ്ടാകുമ്പോൾ മാത്രമാണ്. ആ വസ്തു, ആ സൃഷ്ടിയാവട്ടെ എന്ന് അള്ളാഹുവിന്റെ മശീയത്ത്, അള്ളാഹിന്റെ വേണ്ടുക വരുമ്പോഴാണ് അത് സൃഷ്ടിയായി രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സൃഷ്ടിപ്പും വൽ അംർ, അതുപോലെ തന്നെ ആ വസ്തുവാകണം, ഉണ്ടാകണം, അല്ലെങ്കിൽ ഇത്രകാലം നിൽക്കണം, ഇത്രകാലത്തിന് ശേഷം നശിക്കണം, ഇന്നതായിരിക്കണം അതിന്റെ ഭാഗധേയം, ഇന്നതായിരിക്കണം അതിന്റെ പ്രോപ്പർട്ടീസ്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാം അംർ മുഴുവനും, അതിന്റെ ആജ്ഞകൾ മുഴുവനും, കൽപ്പനകൾ മുഴുവനും അതും അല്ലാഹുവിന്റേതാണ്. ഖൽഖും അംറും അല്ലാഹുവിന്റെയാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബ് മിൻ ഖബ്ലി അൻ നബ്റഅഹാ. എന്തിനേറെ പറയേണ്ടു, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർള്, ഈ ഭൂമുഖത്ത് സംഭവിക്കുന്ന യാതൊരു ആപത്തും, ഈ ഭൂമുഖത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന യാതൊരു സംഭവ വികാസവും, വലാ ഫീ അൻഫുസികും, അല്ലെങ്കിൽ
അള്ളാഹുവിന്റെ സൃഷ്ടികളായ നിങ്ങളിൽ, നിങ്ങളുടെ ആത്മാക്കളിൽ, നിങ്ങളുടെ ശരീരങ്ങളിൽ സംഭവിക്കുന്ന യാതൊന്നും ഇല്ലാ ഫീ കിതാബ്, അത് ഒരു ഏട്ടിൽ രേഖപ്പെടുത്താതെ കഴിഞ്ഞു പോയിട്ടില്ല. മിൻ ഖബ്ലി അൻ നബ്റാഹ, അവയെ നാം സൃഷ്ടിയായി ഉണ്ടാക്കുന്നതിന് മുമ്പ്. അപ്പൊ ഏതെല്ലാം ഒരു സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഈ 4 ഘട്ടങ്ങളിലൂടെയാണ് സൃഷ്ടിയായി വരുന്നത്. ഉദാഹരണമായിട്ട് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി 1945 അയാൾ ജനിച്ചു, കേരളത്തിൽ അദ്ദേഹം ജീവിച്ചു എന്ന് വിചാരിക്കുക. ആ വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനാദിയായ തുടക്കമില്ലാത്ത ഇൽമിൽ അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അങ്ങനെ ഒരു സൃഷ്ടി ഉണ്ട്, ഇന്ന സമയത്ത് അത് ഉണ്ടാകണം, ഇന്നതൊക്കെയാണ് ആ സൃഷ്ടിയുടെ പ്രത്യേകത, അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും മൊത്തത്തിൽ മാത്രമല്ല തഫ്സീലൻ വിശദമായി തന്നെ അള്ളാഹുവിന്റെ ഇൽമിൽ മുൻ കഴിഞ്ഞു പോയതാണ്. അത് അസ്ലൻ, അത് കുറച്ചായുണ്ട് എന്നല്ല, അത് എന്നും ഉള്ളതാണ്, അനാദിയിലുള്ളതാണ്. ഇനി ആ സൃഷ്ടിയെക്കുറിച്ചുള്ള അറിവ് കുറച്ചു കഴിയുമ്പോൾ മറന്നുപോവുകയോ അവ്യക്തമാവുകയോ ഒന്നും ചെയ്യില്ലാതെ അറിവായി വ്യക്തതയിൽ തുടരും. അതുകൊണ്ട് അദദൻ, അള്ളാന്റെ ഇൽമിന്റെ പ്രത്യേകത അതാണ്. ജുംലത്തൻ വ തഫ്സീല വ അസ്ലൻ വ അബദ, മൊത്തത്തിലറിയും, വിശദമായിട്ടറിയും. അനാദിയിൽ അള്ളാന്റെ അടുക്കൽ അതുണ്ട്, അനന്തമായി അത് തുടരുകയും ചെയ്യും. അങ്ങനെ അള്ളാന്റെ ഇൽമിൽ അത് മുൻകഴിഞ്ഞു പോയി. ആ സൃഷ്ടിയെ സംബന്ധിച്ച് അവന്റെ ഇൽമിൽ മുൻകഴിഞ്ഞു പോയ മഖാദീറുകൾ, എല്ലാ കാര്യങ്ങളും അള്ള കണക്കാക്കി വച്ചിരിക്കുന്ന കണക്കുകൾ, തിട്ടപ്പെടുത്തലുകൾ, നിർണയങ്ങൾ, മുൻനിർണയങ്ങൾ, തീരുമാനങ്ങൾ, അതല്ലാഹു ലൗഹിലേക്ക് എഴുതാൻ വേണ്ടി പേനയോട് പറഞ്ഞു. വജറാ ബിഹിൽ ഖലം, അങ്ങനെ മഖാദീറുകൾ മുഴുവനും പേന ലൗഹിൽ എഴുതി വെച്ചിട്ടുള്ളതുമാണ്. അങ്ങനെ ആ ലൗഹിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യത്തോട് അള്ളാഹുവിന്റെ മശീഅത്ത്, അവന്റെ വേണ്ടുക ബന്ധപ്പെടുമ്പോൾ, അവന്റെ വേണ്ടുക വന്നു ചേരുമ്പോൾ അള്ളാഹു അതിനെ ഖൽഖായി ഈജാദ് ചെയ്യുന്നു, സൃഷ്ടിയായി അതിനെ രൂപപ്പെടുത്തുന്നു. 945 വരുമ്പോൾ കേരളത്തിൽ ആ മനുഷ്യനുണ്ടാകണമെന്ന് അള്ളാന്റെ മശീയത്തുണ്ടാകുന്നു. അള്ളാന്റെ മശീയത്ത് അവന്റെ ലൗഹിൽ രേഖപ്പെടുത്തിയ അവന്റെ ഇൽമിലെ അനാദിയായ ഇൽമിൽ മുൻകഴിഞ്ഞിട്ടുള്ള ആ വസ്തുവിലേക്ക് ആ വേണ്ടുക ബന്ധപ്പെടുന്നതോടുകൂടി, ചേരുന്നതോടുകൂടി ആ നിശ്ചിത സമയത്ത് നിശ്ചിത രൂപത്തിൽ അള്ള കണക്കാക്കിയ എല്ലാ കഴിവുകളോടും കേടുകളോടുകൂടിയും ആ സൃഷ്ടി അത് ഈജാദ് ചെയ്യപ്പെടുന്നു, സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തപ്പെടുന്നു. ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇത് ഇൽമിൽ മുൻകഴിഞ്ഞതാണ്, ഏട്ടിൽ രേഖപ്പെടുത്തതാണ്, അതിൽ അള്ളാന്റെ മശീയത്ത് വന്നതാണ്. മശീയത്ത് വന്നപ്പോൾ അത് ഖൽഖായി, അതിനുള്ള ഈജാദ്, സൃഷ്ടി ചെയ്ത് പുറത്തിറക്കിയതാണ്. വഅദില്ലത്തുൽ ഇൽമി അദില്ലത്തുൻ കസീറ വസഫ അല്ലാഹു ബിഹി നഫ്സഹു അൽ ഇൽം, അള്ളാന്റെ ഈ ഇൽമ്, അതിനുള്ള തെളിവ് ഖുർആനിലും ഹദീസിലും കസീറത്തുൻ ജിദ്ദൻ ജിദ്ദ, ധാരാളമാണ്. ഫഇന്നഹു സുബ്ഹാനഹു വതആല വസഫ നഫ്സഹു ബിൽ ഇൽം, അല്ലാഹു തന്നെ അവൻ ഇൽമുള്ളവനാണ്, അലീമാണ് എന്ന് പേര് നൽകുകയും ഇൽമു എന്ന സിഫത്ത് അവനിലേക്ക് ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഫഇന്നഹു സുബ്ഹാനഹു വതആല യഅലമു അദദ മൻ യദ്ഖുലുൽ ജന്ന, അവന്റെ അനാദിയായ ഇൽമിൽ എത്ര എണ്ണം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നത് അവന്റെ അനാദിയായ ഇൽമിൽ മുൻകഴിഞ്ഞു പോയതാണ്. വമൻ യദ്ഖുലുൻ നാർ, എത്ര പേർ നരകത്തിൽ പ്രവേശിക്കുമെന്നുള്ളതും വദാലിക ഫി ഇൽമിഹിൽ അസ്ലി, അത് പിന്നീട് ഓരോരുത്തരും ജീവിച്ചു പോയതിന് ശേഷം അള്ളാഹ് കണക്കാക്കിയതല്ല, അത് അള്ളാഹുവിന്റെ അനാദിയായ ഇൽമിൽ തന്നെ മുൻകഴിഞ്ഞു പോയിട്ടുള്ളതാണ്. വഅന്നമാ ഖദ്ദറഹു അല്ലാഹു തആല, അള്ളാഹു കണക്കാക്കിയ ഈ കാര്യത്തിൽ ലാ യുസാദു ഫീഹി വലാ യൻഖുസ്, അതിൽ എന്തെങ്കിലും ഒരു ശകലം പോലും വർദ്ധിക്കാൻ പോകുന്നില്ല, ആർക്കും വർദ്ധിപ്പിക്കാൻ സാധ്യമല്ല. അതിൽ നിന്നുള്ള ഏതെങ്കിലും ഒന്ന് വിട്ടുപോവുകയില്ല, കുറഞ്ഞു പോവുകയുമില്ല. വമിൻ ദാലിക അന്നഹു യഅലമു അഹ്ലൽ ജന്ന വഅഹ്ലൻ നാർ,
അവന്റെ അത്തരം ഇൽമിൽപ്പെട്ടതാണ്. അവൻ സ്വർഗസ്ഥരായ ആളുകൾ ആരാണ്, ആരൊക്കെയാണ്, എത്രയൊക്കെയാണ്, ഇത് അള്ളാഹു അറിയുന്നു. നരകത്തിന്റെ ആളുകൾ എത്ര പേരുണ്ട്, അവരാരൊക്കെയാണ്, അതല്ലാഹു അറിയുന്നു. അവന്റെ അനാദിയായ ഇൽമിൽ അത് മുൻകഴിഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. വയഅലമു മാഹും ആമിലൂൻ. ഇത് പറയുമ്പോ നമ്മളൊരു കാര്യം വിട്ടുപോകുന്നുണ്ട്. എന്താ വിട്ടുപോകുന്നത്? അപ്പൊ അള്ളാന്റെ ഇൽമിൽ അതുള്ളത് കൊണ്ട് മനുഷ്യൻ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുന്നു അല്ല. അവിടെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട കാര്യം എത്ര പേര് സ്വർഗത്തിലാണ്, എത്ര പേര് നരകത്തിലാണ് എന്നല്ലാഹു അവന്റെ അസ്ലിയായ അനാദിയായ ഇൽമിൽ മുൻകഴിഞ്ഞു പോയതുപോലെ അവയെക്കുറിച്ചൊക്കെ അള്ളാഹുവിന് സൂക്ഷ്മമായി അറിയുന്നത് പോലെ അവൻ സൂക്ഷ്മമായി അറിയുന്നു. മാഹും ആമിലൂൻ. അവര് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുക എന്നുള്ളത് അതും അള്ളാന്റെ അനാദിയായ ഇൽമിൽ മുൻകഴിഞ്ഞിട്ടുള്ളതാണ്. അള്ളാഹു ഒരുത്തന് സ്വർഗവും നരകവും കൊടുക്കുന്നത് അത് അവന്റെ അമലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആ അമല് എങ്ങനെയായിരിക്കും എന്നുള്ളത് അള്ളാഹുവിന്റെ അനാദിയായ ഇൽമിൽ തന്നെ ഉള്ളതാണ്. അവനെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും അള്ളാഹുവിന്റെ അനാദിയായ ഇൽമിൽ മുൻകഴിഞ്ഞതുപോലെ അവരെന്തൊക്കെയാണ് പ്രവർത്തിക്കുക, കുഫറാണോ പ്രവർത്തിക്കുക, ഈമാനിലുള്ള പ്രവർത്തനാണോ ചെയ്യുക, എത്രത്തോളം ചെയ്യും, എങ്ങനെയൊക്കെ ചെയ്യും, എല്ലാം അള്ളാന്റെ അസ്ലിയായ അനാദിയായ ഇൽമിൽ മുൻകഴിഞ്ഞു പോയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമ് പൂർണ്ണമാകുന്നത്. ഇതും കൂടെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമ്മുടെ ഒരുപാട് സംശയങ്ങൾ സ്വമേധയാ അങ്ങനെ പൊളിഞ്ഞു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും അറിയുന്നു. അവയെക്കുറിച്ചുള്ള എല്ലാം അവന്റെ അനാദിയായ ഇൽമിൽ മുൻകഴിഞ്ഞിരിക്കുന്നു. ആരൊക്കെ സ്വർഗത്തിലാണ്, ആരൊക്കെ നരകത്തിലാണ് എന്ന് അല്ലാഹു അറിയുന്നു. ഈ സൃഷ്ടികളെ അറിയുന്നത് പോലെ അവരുടെ പ്രവർത്തനങ്ങളും അല്ലാഹു അറിയുന്നു. പ്രവർത്തനങ്ങളെക്കുറിച്ച് അവൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അനാദിയായ ഇൽമിൽ അത് മുൻകഴിഞ്ഞു പോയിട്ടുള്ളതാണ്. അവനെക്കുറിച്ച് അറിയുന്നത് പോലെ അവന്റെ പ്രവർത്തനത്തെക്കുറിച്ചും അവൻ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്യില്ല, ഓരോ പ്രവർത്തനത്തിന്റെയും ഗുണനിലവാരം എന്താണ്, അതിന്റെ നിലവാര തകർച്ച എന്താണ്, അതിന്റെ സ്വഭാവം എന്താണ്, അളവ് എന്താണ്, എല്ലാം അല്ലാഹു അനാദിയായ ഇൽമിൽ മുൻകഴിഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. നുഅ്മിനു ബിദാലിക് വനത്തജിഹു ഇലൽ അമൽ. അത് നമ്മൾ വിശ്വസിക്കുകയും അതുകൊണ്ട് തന്നെ എന്റെ അമൽ അല്ലാഹുക്കറിയാം, ആ അമൽ ഞാൻ ചെയ്യേണ്ടതുണ്ട്, ആ അമൽ ഞാൻ ചെയ്യുമ്പോൾ മാത്രമാണ് ആ അമലാണ് എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്, അമലിനുള്ള ജസാ ആണ് അല്ലാഹു എനിക്ക് നൽകുന്നത്. അതുകൊണ്ട് ഞാനിവിടെ അന്തിച്ചിരുന്നിട്ട് കാര്യമില്ല, എന്റെ അമൽ ഞാൻ എത്ര ചെയ്യൂല, അതും കൂടി അല്ലാഹുക്കറിയണതാണ്. അതുകൊണ്ട് ഇതിൽ വിശ്വസിക്കുകയും ഇനി എനിക്ക് ഒന്നു മാത്രമേ വഴിയുള്ളൂ, അല്ലാഹു ഞാനെന്ന് പറയുന്ന ഒരു സൃഷ്ടി ഉണ്ടാകണം എന്നത് അല്ലാഹുവിന്റെ ഇൽമിൽ മുൻകഴിഞ്ഞതാണ്. ഞാനെന്ന സൃഷ്ടി എന്തെല്ലാം പ്രവർത്തിക്കണമോ അതും അല്ലാഹുവിന്റെ ഇൽമിൽ മുൻകഴിഞ്ഞതാണ്. അത് അല്ലാഹു ലൗഹിൽ രേഖപ്പെടുത്തിയതാണ്. ആ രേഖപ്പെടുത്തിയതുമായി അല്ലാഹുവിന്റെ മശീയത്ത് വന്നു ചേർന്നതാണ്. അങ്ങനെ അല്ലാഹു ഈജാദ് ചെയ്ത് എന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിയാക്കി വിട്ടതാണ്. ഇനി എനിക്ക് എന്തെല്ലാം ഞാൻ ചെയ്യുമെന്ന് അല്ലാഹു അവന്റെ അനാദിയായ ഇൽമിൽ മുൻകഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാനായി തന്നെ ചെയ്തിട്ട് വേണം എന്റെ ഭാഗധേയത്തിലേക്ക് എത്തിപ്പെടാൻ. അതുകൊണ്ട് നസ്തജിഹുൽ അമൽ, ഈ പറഞ്ഞത് വിശ്വസിക്കുകയും അമലിലേക്ക്, കർമ്മങ്ങളിലേക്ക്, അനുഷ്ഠാനങ്ങളിലേക്ക് നാം നിരതരായി തിരിയുകയും ചെയ്യുക.